അസ്സലാമലൈക്കും കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാബേജ് വറവാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മഞ്ഞളും ഉപ്പും കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട് തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ഇതിൽ ഞാൻ കുറച്ചധികം ചേരുവകൾ ചേർക്കുന്നുണ്ട്. നമുക്കെന്നാൽ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാനൊരു 3 കപ്പ് കാബേജ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ ചിരണ്ടി അതിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. മറ്റേ സാധാരണ മുളകാണെങ്കിൽ അര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തിരുമ്മി മിക്സ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. നല്ലപോലെ തിരുമ്മി ആ തക്കാളിൻ്റെ ഒക്കെ വെള്ളം ഇതിലേക്ക്, തക്കാളിയും തേങ്ങൻ്റെ ഒക്കെ വെള്ളം ഇതിലേക്ക് കിടക്കണം. മതി. തൈരും ഈ ഒരു കാബേജ് വറവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് തിന്നാൻ പറ്റും. ഉപ്പ് മതിയോ നോക്കിയിട്ട് ആവശ്യത്തിനെല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പൊക്കെ നല്ല കണക്കായിട്ടുണ്ട്. കണ്ട നല്ലെല്ലാം മിക്സായി, നല്ലപോലെ മിക്സായി. ഇനി ഇത് നമുക്ക് വറക്കാം. മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലോ ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുക് കംപ്ലീറ്റ് പൊട്ടി തീർന്നിട്ടുണ്ട്. കാബേജ് ചേർക്കാം. നമുക്കത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇത് ഉണ്ടാക്കിയിട്ട് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച്. ഞാനിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. ഏകദേശം കാബേജ് ആയിട്ടുണ്ട്. 5-6 മിനിറ്റ് ആയി കഴിഞ്ഞ്. അതിനുശേഷം ഞാൻ തുറന്ന് ഇളക്കിയത് കൊണ്ടാണ് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയെല്ലാം ഉണ്ട്, കളർഫുള്ളായിട്ട്. കുറച്ചും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കാബേജ് വറവ് ആയോ നോക്കാം. ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല കിടിലൻ കാബേജ് വറവാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.